UDF താങ്കളെ സമീപിച്ചിരുന്നോ? എല്ലാ പാർട്ടിക്കാരും നമ്മളെ സമീപിക്കുന്നുണ്ട്. കാരണം ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഏത് വിധേനയും അധികാരം നേടിയെടുക്കുക എന്നുള്ളതാണത്. സാബു ജേക്കബ് നമ്മളോട് സംസാരിക്കുമ്പോൾ UDF സമീപിച്ചിരുന്നു എന്ന ചോദ്യത്തിന് എല്ലാവരും സമീപിച്ചിരുന്നു എന്ന് ഉത്തരം പറഞ്ഞതാണ്. അപ്പോൾ ഒപ്പം കിട്ടിയാൽ കൊള്ളാമെന്ന് നിങ്ങൾ കൂടി കരുതിയവരാണ് BJP പക്ഷത്തേക്ക് പോയിരിക്കുന്നത്. സാബു ജേക്കബിന് അതും പറയാം, അതിന്റെ അപ്പുറത്തും പറയാം. ജീവിതത്തിൽ പറഞ്ഞ വാക്ക് ഒരിക്കൽ പോലും പാലിക്കാത്ത ഒരാളാണ് അദ്ദേഹം. എന്താ പറഞ്ഞേ? ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല, ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറില്ല, ഒരു സന്നദ്ധ സേവന സംഘടനയായിട്ട് സേവനം ചെയ്യാൻ ഞങ്ങൾ അങ്ങനെ വെമ്പൽ കൊട്ടി ഇരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇടപെട്ടത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത്. 2013 ഇന്ത്യയുടെ പാർലമെന്റിൽ CSR ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക നിയമം പാസാക്കിയപ്പോൾ തങ്ങളുടെ കമ്പനികളുടെ ലാഭവിഹിതം ആ നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി എന്ന ഒരു രൂപത്തിൽ ഇടപെടുകയും 75% തങ്ങളിലേക്ക് തിരിച്ചു വരാൻ പാകത്തിന് ഒരു തട്ടിക്കൂട്ട് സംവിധാനം ഉണ്ടാക്കി. അതിന്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിച്ചു, മോഹനസുന്ദര വാഗ്ദാനങ്ങൾ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഒരിക്കലും ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറില്ല, രാഷ്ട്രീയ പാർട്ടികളെല്ലാം പിശകാണ്, രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന് പറഞ്ഞ് കുറച്ച് ജനങ്ങളെ തട്ടിക്കൂട്ടിയെടുത്തു. അതിനുശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മത്സരിച്ചു. അപ്പൊ ചോദിച്ചു എന്താണ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്? അപ്പൊ പറഞ്ഞു പ്രാദേശികമായിട്ടുള്ള ഒരു സംവിധാനമാണ്, ഞങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല. പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായി, നിയമസഭാ തെരഞ്ഞെടുപ്പായി, ലോക്സഭാ തെരഞ്ഞെടുപ്പായി വിവിധ പഞ്ചായത്തിൽ മത്സരിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. ഇദ്ദേഹം ജനങ്ങൾക്ക് കൊടുത്ത ഏതെങ്കിലും ഒരു വാക്ക് പാലിക്കുന്ന സാഹചര്യം ഉണ്ടായോ? ഇപ്പൊ ഗോഡ്സ് വില്ല എന്ന് പറഞ്ഞ് നിരവധി ആളുകൾക്ക് ഞങ്ങൾ വീട് പണിത് കൊടുത്തു എന്ന് പറഞ്ഞ് ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയും ചില ചാനലുകളെയും എല്ലാം വിലക്കെടുത്ത് വലിയ പ്രചരണം നടത്തി. അവസാനം പത്രസമ്മേളനത്തിൽ തന്നെ മാധ്യമങ്ങൾ ചോദിച്ചു, അപ്പൊ ലൈഫ് പദ്ധതിയിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ അനുവദിച്ച വീട് എവിടെയെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ആ ലൈഫ് പദ്ധതിയിൽ അനുവദിച്ച അതേ വീടുകൾ തന്നെയാണ് ഗോഡ്സ് വില്ല, പേര് മാറ്റി. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളുകൾ ഹൈടെക് ആക്കി മാറ്റി. കിഴക്കമ്പലം പഞ്ചായത്തിൽ ആ സ്കൂളുകൾ അറിയപ്പെടുന്നത് 2020 മുതലാളിയുടെ സ്കൂൾ എന്നതാണ്. ആർദ്രം പദ്ധതിയുടെ ഭാഗമായി നിരവധി ആശുപത്രികൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഹൈടെക് ആയി മാറ്റി, വിവിധ ആധുനിക സൗകര്യങ്ങൾ ഉറപ്പുവരുത്തി. അവിടെ അറിയപ്പെടുന്നത് ഫണ്ട് ആർദ്രം പദ്ധതിയാണെങ്കിലും മുതലാളിയുടെ സ്വന്തം ആശുപത്രി എന്നതാണ് അറിയപ്പെടുന്നത്. PWD റോഡ് എല്ലാം അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം 2020യുടെ റോഡ് എന്ന് പേരെഴുതി ബോർഡ് വെച്ചു. ഇതൊക്കെ പോട്ടെ, അദ്ദേഹം എന്താ പറഞ്ഞേ? കേരളം വികസനം ഇല്ല, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 28ാം സ്ഥാനത്താണെന്ന് പറഞ്ഞിട്ടാണ് അങ്ങ് തെലങ്കാനയിലേക്ക് പോകാൻ പത്രസമ്മേളനമൊക്കെ നടത്തി. കോട്ടും സൂട്ടും ഇട്ടവരെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിർത്തി വലിയ ഫോട്ടോഷൂട്ട് നടത്തി. അങ്ങ് തെലങ്കാനയിൽ പോയി ചെന്ന് ഇറങ്ങിയത് നമ്മൾ കണ്ടു. പിന്നെ എന്താ സ്ഥിതി? ഏതെങ്കിലും വ്യവസായം അദ്ദേഹം ഇവിടുന്ന് കൊണ്ടുപോയോ? അദ്ദേഹത്തിന്റെ വ്യവസായത്തിന് വളരാനും അതുപോലെ വളർന്ന് പന്തലിക്കാനും എല്ലാമുള്ള സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യം ഒരുക്കിയത് ഈ കേരളമാണ്. കേരളം കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം 15ാം സ്ഥാനത്തായി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ, കഴിഞ്ഞ വർഷം 1ാം സ്ഥാനത്തായി. ഈ തവണ 100ൽ 99.37% കൃത്യം മാർക്കോട് കൂടി മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി വ്യവസായ രംഗത്ത്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് രംഗത്ത് നമ്മൾ കുതിച്ച് മുന്നേറുകയാണ്. എന്തൊക്കെയാണോ 2020 മുതലാളി പറഞ്ഞത്, സാബു ജേക്കബ് പറഞ്ഞത്, അതിന് ഘടകവിരുദ്ധമായി ഈ കേരളത്തിൽ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാകുന്നത് നമ്മൾ കാണുകയാണ്. ഇപ്പൊ അമേരിക്കയിലേക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കയറ്റുമതി, അവിടെ പ്രതികാര ചുങ്കത്തിന്റെ ഭാഗമായി കടുത്ത പ്രതിസന്ധി നേരിടുന്നു. അപ്പോൾ ആ പ്രതിസന്ധിയെ നേരിടാൻ വേണ്ടി അദ്ദേഹത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ വേണം. ആ പിന്തുണയ്ക്ക് വേണ്ടി അദ്ദേഹം നേരെ ഒരു കോർപ്പറേറ്റ് മറ്റു കോർപ്പറേറ്റുകളുമായിട്ട് കൂടിച്ചേരുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഇത് ശരിക്കും ഒരു ബിസിനസ് മെർജറാണ്. കോർപ്പറേറ്റ് പവറും കേന്ദ്ര സ്വാധീനവുമുള്ള NDA, മറുഭാഗത്ത് കിറ്റും പച്ചക്കറിയും കൊടുത്ത് ജനങ്ങളെ പാട്ടിലാക്കി വെച്ചിരിക്കുന്ന 2020. ഇവർ രണ്ടുപേരും കേരളത്തിന്റെ അങ്ങ് വലിയ തരത്തിൽ വില പറയാൻ പാകത്തിന് ഒത്തുചേരുന്ന കാഴ്ച നാം കാണുകയാണ്. ഇതൊക്കെ അദ്ദേഹം കുറെ ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് നഷ്ടപ്പെട്ടു, ബ്ലോക്ക് പഞ്ചായത്ത് നഷ്ടപ്പെട്ടു, ജില്ലാ പഞ്ചായത്തിലെ എല്ലാവരും തോറ്റു, ബ്ലോക്ക് പഞ്ചായത്ത് കയ്യിൽ നിന്ന് പോയി, തന്റെ കയ്യിലിരുന്ന വലിയ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ കൊടുത്ത മഴുവന്നൂർ പഞ്ചായത്ത് നഷ്ടപ്പെട്ടു, അതുപോലെ കുന്നത്തുനാട് പഞ്ചായത്ത് നഷ്ടപ്പെട്ടു, കിഴക്കമ്പലത്ത് തന്നെ 7 സീറ്റുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ NDA എങ്കിൽ NDA, അതുകൊണ്ട് എങ്ങനെയാണ് നഷ്ടങ്ങൾ സംഭവിച്ചതെന്ന് നിങ്ങൾ ഈ പ്രബല മുന്നണികൾ പോലും ഒരുമിച്ച് നിന്ന് ചിഹ്നം പോലും ഉപയോഗിക്കാതെ മത്സരിച്ച് നഷ്ടപ്പെട്ടതാണ്. അവിടെ പിടിച്ചു നിൽപ്പ് സാധ്യമായി എന്നതാണ് അവരുടെ വാദം. അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നതാണ് അവരുടെ ശക്തി എന്ന് അവർ പറയുന്നു. അല്ല, ഒരു പിടിച്ചു നിൽക്കാനും കഴിഞ്ഞിട്ടില്ല. കാരണം ഈ ജനങ്ങളെ കബളിപ്പിക്കാൻ പാവപ്പെട്ട ജനങ്ങൾക്ക് കുറച്ച് കിറ്റും പച്ചക്കറിയും കൊണ്ടുവന്ന് അങ്ങ് കൊടുത്തിട്ട് അവരെ ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കാൻ ഏത് കോർപ്പറേറ്റിനും കഴിയും. ഇത് ഇദ്ദേഹം ചെയ്യുന്ന പോലെ അംബാനിയും ടാറ്റയും ബിർളയും ഒക്കെ തീരുമാനിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? എവിടെ പോയി ഇദ്ദേഹത്തിന്റെ ഭക്ഷ്യക്കിറ്റ്? എവിടെ പോയി ഇദ്ദേഹത്തിന്റെ സാമൂഹ്യ സുരക്ഷ? ഒരാൾക്ക് ഇപ്പൊ കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം തിരിച്ചു പിടിക്കുമ്പോ ഇവർ പറഞ്ഞത് ഇൻഫോ പാർക്കിന് സമാനമായ ഒരു പാർക്ക്, ഇൻഫോ പാർക്കിന് സമാനമായിട്ടുള്ള സംവിധാനം ഇതാ കുന്നത്തുനാട്ടിൽ വരാൻ പോകുന്നു. ഇനി ഒരാളും ജോലിക്ക് വേണ്ടി പുറത്തേക്ക് പോകേണ്ടതില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരാൾക്ക് ജോലി കൊടുക്കാൻ ഈ 2020ക്ക് കഴിഞ്ഞിട്ടുണ്ടോ?
ഈ 4 പഞ്ചായത്തുകൾ അവർ ഭരിച്ചു. ഞങ്ങൾ കൊണ്ടുവന്ന വ്യവസായ സ്ഥാപനം, സംരംഭം എന്നു പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ ഏതെങ്കിലും ഒരു സംരംഭം അവർക്ക് കാണിക്കാൻ കഴിയുമോ? ഞങ്ങൾ കൊണ്ടുവന്ന ഒരു പുതിയ പദ്ധതി എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് കഴിയുമോ? ഇല്ല. അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും കേന്ദ്രമായി പഞ്ചായത്തുകൾ മാറി. 10 കൊല്ലത്തിലധികമായി 2020 പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് ഇതുവരെ 2020ക്കെതിരെ ഒരു വാക്ക് RSSോ BJPയോ പറയുന്നത് താങ്കൾ കേട്ടിട്ടുണ്ടോ? അതുപോലെ BJPക്കെതിരെയും ഒരു വാക്ക് സാബു ജേക്കബ് പറഞ്ഞിട്ടില്ല. കൃത്യമായി പറഞ്ഞാൽ RSSന്റെ ഒരു ഏജന്റായി തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, ഒരു ടൂളായിരുന്നു. കാരണം ഇവിടെ എല്ലാവരെയും ചീത്ത പറയുക, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പെശകാന്ന് പറയുക, അതുപോലെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം പിരിവുകാരാന്ന് പറയുക, എന്നിട്ട് തലയെ തുണിയിട്ട് ഇതേ സാബു ജേക്കബ് തന്നെ പിരിവ് നടത്തുക. ഞാൻ വേണമെങ്കിൽ അങ്ങേക്ക് ചിത്രം അയച്ചു തരാം. സിന്തൈറ്റിലടക്കം പോയി ലക്ഷക്കണക്കിന് രൂപ സാബു ജേക്കബിന്റെ 2020ക്ക് വേണ്ടി കൈപ്പറ്റുന്ന പണമടക്കം ഇവിടെ ഉണ്ട്. രണ്ടാമതും മൂന്നാമതും ചെന്നപ്പോ കൊടുക്കാതെ വന്നപ്പോ മറ്റ് കമ്പനികളെല്ലാം പ്രശ്നക്കാരാണ്, അവരെല്ലാം ജനവിരുദ്ധരാണെന്ന് പ്രസംഗിക്കുകയും ചെയ്തു. അതായത് പ്രവൃത്തി ഒന്ന്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗം വേറെ. ഇത് കുറെ നമ്മൾ കണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പല മണ്ഡലങ്ങളും അദ്ദേഹം കുന്നത്തുകാട്ടിലെ കണക്കൊക്കെ എടുത്ത് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ആ ബ്ലോക്ക് പഞ്ചായത്ത് 2020 ഭരിച്ചുകൊണ്ടിരുന്നേ. ആ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം ഇപ്പോൾ LDF പിടിച്ചെടുത്തു. അതുപോലെ തന്നെ പുത്തൻകുരിശ് ഡിവിഷൻ, ജില്ലാ പഞ്ചായത്തിന്റെ പുത്തൻകുരിശ് ഡിവിഷൻ LDF ആണ് അവിടെ വിജയിച്ചത്. ചില പഞ്ചായത്തുകളിൽ ഏറ്റക്കുറച്ചിലൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ 2020യുടെ മുതലാളി ആദ്യം തന്നെ പറഞ്ഞിട്ട് പോയി, 2 രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങളെ സ്വാധീനിക്കാൻ വന്നു. ഞാൻ വെല്ലുവിളിക്കുകയാണ്, CPMന്റെ ആരെങ്കിലുമോ, CPMന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോ ഈ മുതലാളിയുടെ അടുത്തേക്ക് എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തെളിയിക്കട്ടെ. പഴയ കാര്യങ്ങളൊക്കെ കുറെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയതിനു ശേഷം കൃത്യമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് യോജിക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച് കൃത്യമായി വെല്ലുവിളിച്ചു തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ മൃതപ്രായരായി തല്ലി ഒതുക്കുന്ന സാഹചര്യം മഴുവന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. എന്താണ് കാരണം അവിടുത്തെ പ്ലാനിംഗ് കമ്മിറ്റി, വികസന സമിതിയിൽ സാബു മുതലാളിയുടെ അനിയൻ, ബന്ധുക്കൾ, അമ്മാവൻ, ആന്റി എല്ലാവരെയും കുത്തി നടത്തിയതിനെതിരെ നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പൊ ഇപ്പൊ RSSന്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് എല്ലാവരും വന്നു, അതുകൊണ്ട് ഞങ്ങൾ പോയില്ല എന്നൊക്കെ പറയുന്നത് അവിടെ ഇരിക്കട്ടെ. ഞാൻ പറയുന്നത്, എന്തു വികസനമാണ് കഴിഞ്ഞ 4 പഞ്ചായത്തുകളിൽ, അദ്ദേഹം ഭരിച്ച പഞ്ചായത്തുകളിൽ 2020യുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നത് എന്നൊന്ന് പറയാൻ, തെളിയിക്കുകയൊന്നും വേണ്ട, ഒന്ന് പറഞ്ഞാൽ മതി, മാധ്യമങ്ങൾക്ക് പോയി നോക്കാമല്ലോ. ഇതുവരെ ഇപ്പൊ കിഴക്കമ്പലം പഞ്ചായത്ത് അദ്ദേഹം ഭരിക്കുന്ന 10 കൊല്ലമായിട്ട് ഭരിക്കുന്ന പഞ്ചായത്തിന്റെ ഭരണസിരാ കേന്ദ്രമാണ്. അവിടെ ഒരു പൊതു ടോയ്ലറ്റ് ഉണ്ടോ? ഒരു പൊതു ടോയ്ലറ്റ് അവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി പണിതിട്ടുണ്ടോ എന്ന് തെളിയിച്ച് കാണിച്ചു തന്നാൽ ഈ പരിപാടി ഇവിടെ നിർത്താം. അവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, എത്ര വർഷങ്ങളായി പൊളിച്ചിട്ടിരിക്കുന്നു. ആ ബസ് സ്റ്റാൻഡ് ആധുനീകരിച്ച ബസ് സ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞ് ബുക്കിലെറ്റ് പ്രസിദ്ധീകരിച്ച് പുറത്തിറക്കി. അവിടെ ചെന്ന് നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ എന്തൊക്കെ മൃഗങ്ങളാണ് കയറി കിടക്കുന്നതെന്ന്. അപ്പോ ഒരു തരത്തിലുള്ള വികസനവും നടത്താതെ തന്റെ ബിസിനസ് വിപുലപ്പെടാൻ, ആ ബിസിനസിനെ കുറിച്ച് ആരും ചോദിക്കരുത്. ഏതെങ്കിലും ലൈസൻസ് പഞ്ചായത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടോ? ഇല്ല. അവിടെ 1000കണക്കിന് സ്ക്വയർ ഫീറ്റ്, 10000കണക്കിന് സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടങ്ങളുണ്ട്. ഏതെങ്കിലും കെട്ടിട നികുതി അടക്കുന്നുണ്ടോ? കിഴക്കമ്പലം പഞ്ചായത്തിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് ഈ കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അപ്പോൾ അവൈലബിൾ അല്ല, ലഭ്യമല്ല എന്ന മറുപടിയാണ് കിട്ടുന്നത്. അവിടെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി തന്റെ ബിസിനസ് വിപുലപ്പെടുത്തണം. ആ ബിസിനസ് കേരളത്തിന് പുറത്തേക്ക് വിപുലപ്പെടുത്താൻ ഇപ്പൊ തെലങ്കാനയിൽ പോയി, ചെന്നിറങ്ങിയപ്പോ തന്നെ സ്വാഗതം ചെയ്തു കൊണ്ടുവന്ന BRS ഗവൺമെന്റ് താഴെ പോയി. അവിടെ ആ ഗവൺമെന്റ് തന്നെ ഇല്ലാതായി. അവിടുത്തെ സംവിധാനമൊക്കെ വിവരങ്ങൾ, വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പൊ തട്ടിപ്പും വെട്ടിപ്പും നടത്തി വികസനം അല്ലെങ്കിൽ ബിസിനസ് വിപുലപ്പെടുത്താൻ, വികസിപ്പിക്കാൻ, ബിസിനസ് വിപുലപ്പെടുത്താൻ ഇപ്പോ ഏറ്റവും നല്ല ഒരു കോർപ്പറേറ്റിന്റെ സഹായം വേണം. അതിനുവേണ്ടി രാജീവ് ചന്ദ്രശേഖരന്റെ തോളിൽ കൈയിട്ടു, അതേ കണ്ടാൽ മതി. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ NDAയുമായിട്ട് യോജിച്ച കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ അത് സംഭവിക്കും, ഇത് സംഭവിക്കും, ചുറ്റുപാട് സംഭവിക്കുന്നൊക്കെയല്ല. ഇതൊരു മാൻഡ്രേക്കാണ്. രേണുക കൃത്യമായി നോട്ട് ചെയ്തോ, ഇതൊരു മാൻഡ്രേക്കാണ്. നമ്മളൊരു സിനിമയെ കണ്ടിട്ടുണ്ട്, ഒരു തല കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ജഗതി. ആ മാൻഡ്രേക്ക് ആ BRS ഗവൺമെന്റിന് കൊണ്ടുപോയി കൊടുത്തിരുന്നു, അവിടെ നശിച്ച് നാരായണക്കല്ല് പിടിച്ചു. ഇപ്പൊ NDAയ്ക്ക് കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നു. അധികം താമസിയാതെ തന്നെ ഈ മാൻഡ്രേക്കിനെ തിരിച്ചറിയും, NDAയും തിരിച്ചറിയും, ജനവും തിരിച്ചറിയും. ഒറ്റ കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവരാണ് ഏറ്റവും കൂടുതൽ 2020യുടെ പിന്നിൽ അണിനിരക്കുന്നത്. കാരണം അവരുടെ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുന്ന ഞാൻ ദൈവത്തിന്റെ പ്രതിരൂപമാണ്, ഞാൻ സേവനം ചെയ്യാൻ ദൈവം വിട്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞിരിക്കുന്ന പ്രസംഗം ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. അവരെല്ലാം വഴിതെറ്റിച്ച് ആടിന് പച്ചില കൊടുത്ത് കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയി ഇപ്പൊ RSSന്റെ താവളത്തിൽ കൊണ്ടുപോയി എത്തിച്ചിരിക്കുകയാണ്. കന്യാസികളെ ആക്രമിക്കുന്നതും മണിപ്പൂർ കലാപത്തിന്റെ വാർത്തകളും പാലമായി മാറുമോ എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടുന്ന വിഷയമാണ്. എങ്ങനെയാണ് ഇതൊക്കെ വരാൻ പോകുന്നത് എന്നത്.